ഇടയ്ക്കൊരു ബ്രേക്ക് ആരും ആഗ്രഹിക്കാത്ത അല്ലേ, നമ്മുടെ ഡെയിലി റുട്ടീൻസ്, സ്കൂള്, വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കേസിൽ ആ ഒരു ബ്രേക്ക് എപ്പോഴും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് വിട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ആ ഒരു ഏരിയയിലുള്ളൊരു ബീച്ച് സൈഡിലാണ്. അങ്ങോട്ട് എന്തോ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മളിത് വണ്ടിയിൽ കയറിയിരിക്കുക, അവിടെ പോയി ഇറങ്ങുക എന്നുള്ള ആ ഒരു സംഭവം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൂടെ വരുന്നവർ നോക്കുമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പം ഞാനും കസിനും പിന്നെ എൻ്റെ ബ്രദറും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ എത്തി. ഒന്നും പറയാനില്ല കേട്ടോ, കിഡിലൻ സ്പോട്ടായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ അവിടെ സൈഡിൽ ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചായക്കടകളും നോക്കി അത്യാവശ്യം നല്ല എണ്ണക്കടികളൊക്കെ കിട്ടുന്ന ഒരു കടയിലാണ് നമ്മൾ കയറിയത്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഇതുപോലൊരു പാത്രമാണ് നമുക്ക് വന്നത്. പിന്നെ ഇതുപോലുള്ള 3-4 പാത്രം നമ്മുടെ മുന്നിൽ കൂടെ വന്നു പോയി. എന്താ ഉണ്ടായെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു, കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു 2 ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്നൊരു ചമ്മന്തിയാണ്, പിന്നെ മയണൈസുമാണ്. മയണൈസിനൊക്കെ കടത്തി വിട്ടു കേട്ടോ. ആ ഒരു ചമ്മന്തി, ഉള്ളി മുളകൊക്കെ ഉള്ള ഒരു ചമ്മന്തിയും ഈ കടികളും എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ കോംബോ തന്നെയായിരുന്നു. എല്ലാവരും നല്ല അടിച്ച് മിന്നി കഴിച്ചിട്ടുണ്ട്. പിന്നെ ബില്ല് കൊടുക്കാൻ സമയത്ത് നമ്മൾ എത്ര കടികൾ കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ അന്തം വിട്ടത് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 23-25 കടികളോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല അടിപൊളിയൊരു ചായയും മക്കളും ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സ്വീറ്റ് കോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഒരെണ്ണമാണ് വാങ്ങിച്ചത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട്. അപ്പോൾ അത് വലിയൊരു ഇതുണ്ടായിരുന്നില്ല, എന്നാലും നമ്മളത് വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ ഫിനിഷ് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു കാർണിവൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ.